ഇനി നമ്മൾ നമ്മുടെ VS കോഡിൽ ഒരു പുതിയ HTML പേജ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എക്സ്ക്ലമേഷൻ സിമ്പിൾ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു HTML പേജിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്കിവിടെ ലഭിക്കും. സോ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് മെറ്റ ഡാറ്റാസ് കാണാൻ കഴിയും. ആദ്യമായി വരുന്നത് മെറ്റ ചാർ സെറ്റ് UTF-8. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ HTML ഫയലിൻ്റെ ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. സോ നമ്മൾ നമ്മുടെ HTML ഉപയോഗിക്കുന്ന സിമ്പിൾസുകളും ക്യാരക്ടറുകളും പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്, UTF-8 കൊടുക്കേണ്ടതുണ്ട്. സോ HTML5 ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ HTML5 എൻകറേജ് ചെയ്യുന്നത് UTF-8 ഉപയോഗിക്കാനാണ്. സോ ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള ഒരുവിധം എല്ലാ ക്യാരക്ടറും സിമ്പിളും നമുക്ക് UTF-8 എൻകോഡിംഗ് മുഖാന്തരം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. സോ പിന്നെ വരുന്നത് ഈ ഒരു പോർട്ട് ആണ്, മെറ്റ പോർട്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജ് റെസ്പോൺസീവ് ആവുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മൾ പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഓരോ ഡിവൈസുകളിൽ ഇപ്പോൾ നമ്മൾ ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സിസ്റ്റത്തിൽ വലിയ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വലിയ മോണിറ്ററിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല പ്രോപ്പറായിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് അതിൻ്റെ ഡിവൈസിനനുസരിച്ച് അതിൻ്റെ വിഡ്ത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമുക്ക് ഈ പോർട്ട് ഉപയോഗിക്കാം. അതിനുശേഷം വരുന്ന മറ്റൊന്നാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ. സോ അതിൽ നമ്മൾ നെയിം കൊടുക്കുന്നത് പോർട്ടിന് പകരം കീവേഡ്. കണ്ടൻറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ കീവേഡ്സ് കൊടുക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ ടാഗ്സ് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ സ്മാർട്ട് ഫോൺ, ആപ്പിൾ, സാംസങ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു ഡാറ്റ നമ്മുടെ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കും. സോ നമ്മളിപ്പോൾ ആപ്പിൾ റിപ്പയറിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ റിപ്പയറിംഗ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റും അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ അതിനാണ് നമ്മൾ ഈ കീവേഡ് കൊടുക്കുന്നത്. അതിന് നമുക്ക് ഈ മെറ്റ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നതിന് നമുക്ക് മെറ്റ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട 3 മെറ്റ ഡാറ്റാസ്: ക്യാരക്ടർ എൻകോഡിംഗ്, പോർട്ട്, അതുപോലെ കീവേഡ്. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്കിതിൽ മെറ്റ ഡാറ്റ ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഓതർ നെയിം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ ഹെഡ് എലമെൻറ്റിനുള്ളിലാണ്. സോ നമ്മുടെ മെറ്റ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്, മെറ്റ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഹെഡ് എലമെൻറ്റിനുള്ളിലാണ്.